ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഈസി ആൻഡ് സിമ്പിൾ വെജിറ്റബിൾ കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. ഒരു മൺചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ച് ഒരു നുള്ളു ഉലുവ, ഒരു നുള്ളു ജീരകം, 1/2 ടീസ്പൂൺ ഉഴുന്ന് ഇത്രയും ചേർത്ത് ഉഴുന്നൊക്കെ ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ അതിലേക്ക് ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് സോട്ടായി വരുന്ന സമയത്ത് 3 വറ്റൽമുളകും അതുപോലെ ഒരു 15 ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. ക്യാരറ്റ്, വഴുതന, വെണ്ടയ്ക്ക ഇത് മൂന്നുമാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് എടുക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല തിന്നായിട്ട് കട്ട് ചെയ്യണം. വഴുതനയൊക്കെ കണ്ടില്ലേ, നല്ല പേപ്പർ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എടുക്കുന്ന എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്യുക. ഓരോന്നോരോന്നായിട്ട് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ആണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചട്ടിയിൽ കിടന്ന് നല്ലോണം സോട്ടായി വരുന്നവരെ ഇളക്കി കൊടുക്കാം. അടുത്തത് വഴുതനങ്ങ. സോട്ടായ ക്യാരറ്റിൻ്റെ മേലേക്ക് ഇതുപോലെ സ്പ്രെഡ് ആക്കിയ ശേഷം ചട്ടി അടച്ചു വെച്ച് വേവിക്കാം. ഇളക്കാനൊന്നും പാടില്ല. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ വഴുതനങ്ങ അധികം ഉടഞ്ഞു പോവാതെ കിട്ടും. ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. അതിനായിട്ട് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ നന്നായിട്ട് ഇതിൽ ജ്യൂസ് ഇതിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നാരങ്ങ നീര് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നാരങ്ങ നീരും കൂടെ ചേർത്ത് ഒരു 1-2 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം. ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യാനുണ്ട്. 1 സ്പൂൺ അരിപ്പൊടിയിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അരിപ്പൊടിയാണ് കോൺഫ്ലോറിനേക്കാളും ഹെൽത്തി, അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി എടുത്തത്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നല്ലോണം ഒരു 3-4 മിനിറ്റ് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഒരു 4 മിനിറ്റിന് ശേഷം നമ്മൾ അടപ്പ് തുറന്ന് ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ കറിയാണ്. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.